സ്റ്റുഡൻസ്, ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്നത് റെസ്ട്രിക്റ്റഡ് ലീസ്റ്റ് സ്ക്വയേഴ്സ് അങ്ങനെ ഒരു ടൈറ്റിൽ ഉണ്ട് നിങ്ങളുടെ സിലബസിൽ. അപ്പോൾ വിച്ച് മീൻസ് ടെസ്റ്റിംഗ് ലീനിയർ ഈക്വാലിറ്റി റെസ്ട്രിക്ഷൻസ്. ഓക്കെ, ചോദിക്കാൻ സാധ്യതയുള്ള ഒരു പാർട്ടാണ്. അപ്പോൾ there are some occasion where economic theory may suggest that the coefficient in the regression model satisfies some linear equality restrictions. അപ്പോൾ ചില തിയറി നമ്മൾ സാധാരണ ഇപ്പോൾ ലീനിയർ റിഗ്രഷൻ പോലെയല്ല, ചില എക്കണോമിക് തിയറീസ് അതെന്താണ്, അത് സജസ്റ്റ് ചെയ്യുന്നത് കോയിഫിഷ്യൻ്റ് റിഗ്രഷൻ, ആ എക്കണോമിക് തിയറിയെ നമ്മളൊരു റിഗ്രഷൻ മോഡൽ റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ദാറ്റ് തിയറി മസ്റ്റ് സാറ്റിസ്ഫൈ സം ലീനിയർ ഈക്വാലിറ്റി റെസ്ട്രിക്ഷൻസ്. ഓക്കെ, സം ലീനിയർ ഈക്വാലിറ്റി റെസ്ട്രിക്ഷൻ നിർബന്ധമായിട്ടും സാറ്റിസ്ഫൈ ചെയ്യേണ്ടി വരും. അപ്പോൾ ചില തിയറി നമുക്ക് അങ്ങനെ ലീനിയർ റിഗ്രഷൻ മോഡലിൽ നമ്മൾ ഇതുവരെ എക്സ്പ്ലെയിൻ ചെയ്ത പോലെ y β1 + β2 xi + ui എന്നുള്ള ടേമിൽ എഴുതിയിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അവിടെ എന്തുണ്ട്, ദർ ഈസ് സം കോയിഫിഷ്യൻസ് ഇൻ ദ റിഗ്രഷൻ മോഡൽ. അങ്ങനത്തെ ചില കേസിൽ നമുക്ക് എന്ത് വേണം, ആ റിഗ്രഷൻ മോഡലിലുള്ള കോയിഫിഷ്യൻസ് ഉണ്ട്, മോഡലിലുള്ള കോയിഫിഷ്യൻസ് എന്താണ്, ദാറ്റ് മസ്റ്റ് സാറ്റിസ്ഫൈ സം ലീനിയർ ഈക്വാലിറ്റി റെസ്ട്രിക്ഷൻ. ഓക്കെ, അല്ല സം ലീനിയർ ഈക്വാലിറ്റി റെസ്ട്രിക്ഷൻ അത് സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പോൾ എന്താണ് ലീനിയർ ഈക്വാലിറ്റി റെസ്ട്രിക്ഷൻ എന്നുള്ളത് അതാണ് ഇവിടെ പറയാൻ പോകുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ കോബ്ഡോളാസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ, അതൊരു ബെസ്റ്റ് എക്സാമ്പിൾ. അതൊരു തിയറിയാണ് അല്ലേ, കോബ്ഡോളാസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അതൊരു സാധാ ഒരു ലീനിയർ റിഗ്രഷനാക്കി നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാൻ കഴിയില്ല. അത് ദാറ്റ് മോഡൽ മസ്റ്റ് സാറ്റിസ്ഫൈ സം ലീനിയർ ഈക്വാലിറ്റി റെസ്ട്രിക്ഷൻസ്, അത് സാറ്റിസ്ഫൈ ചെയ്യണം. അത് ബെസ്റ്റ് എക്സാമ്പിളാണ് കോബ്ഡോഗ്ലാസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. ആ ഫംഗ്ഷനെ നമുക്ക് എങ്ങനെ എഴുതാം, y = β1 x2i, അല്ലെങ്കിൽ എക്സ് എന്ന് കൊടുത്താലും മതി, അല്ലെങ്കിൽ x2 എന്ന് കൊടുത്താലും മതി, i വേണമെന്നില്ല. ഇതാ ടെക്സ്റ്റ് ബുക്കിൽ അതുപോലെ ഉള്ളത് കൊണ്ട് ഞാൻ കൊടുത്തു എന്നുള്ളൂ. ഓക്കെ, y = β1 x2i, ഓക്കെ, raised to β2 x3i raised to β3 e raised to ui. This is equation 1 is Cobb-Douglas production function. ഇവിടെ എന്താണ് നമുക്കറിയാം, അവിടെ നിങ്ങൾ പഠിച്ചത് വേറെ നൊട്ടേഷൻസ് ഒക്കെ ആയിരിക്കും, സാരമില്ല, സെയിം സാധനം. എക്കണോമെട്രിക്സിൽ ഈ നൊട്ടേഷനാണ് ഈ ടെക്സ്റ്റ് ബുക്കിൽ ഗുജറാത്തിയിൽ ഇത് ഉപയോഗിച്ചത്. അപ്പോൾ ഇനി ഇതിവിടെ yi എന്ന് പറയുന്നത് എന്താണ്, ഔട്ട്പുട്ട്, ഡിപ്പെൻഡ് വേരിയബിൾ ഔട്ട്പുട്ടാണ് അല്ലേ. x2 എന്ന് പറയുന്ന ലേബർ ഇൻപുട്ട്, x3 എന്ന് പറയുന്ന ക്യാപിറ്റൽ ഇൻപുട്ട് അല്ലേ. അത് ഇനി ഇക്വേഷൻ 1 മറ്റേ ഇക്വേഷൻ 1 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, we can return in the logarithm. അപ്പോൾ this equation 1 is the Cobb-Douglas production function. Equation 1 we can write in logarithm. നമുക്ക് ലോഗരിതം എടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, in y അല്ലെങ്കിൽ log yi, in എന്നാണ് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത്. log yi = β0 ആക്ച്വലി എന്താണ്, log ബീറ്റ അല്ല, β1 ആണ് കേട്ടോ. ഇവിടെ 1 ഉണ്ട്, β1 ഉണ്ട്, അപ്പോൾ അത് ഇവിടെ എഴുതാൻ വിട്ടിട്ടുണ്ട് ഇക്വേഷൻ 2. ഓക്കെ, β0 = log β1, β0 എന്ന് കൊടുക്കുക ചെയ്തത്. ആക്ച്വലി ലോഗ് ഇക്വേഷനെ 1നെ നമ്മൾ ലോഗരിതം ടേമിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ β0 കിട്ടും. β0 എന്ന് പറഞ്ഞാൽ ലോഗ് ബീറ്റയാണ്, രണ്ടും ഒന്നാണ്. അല്ലെങ്കിൽ β0ക്ക് പകരം ലോഗ് β1 1 മറക്കരുത്, പ്ലസ് β2 log x2 പ്ലസ് β3 log x3i 2i x2i ഉണ്ട്, എനിക്ക് x2 എന്ന് കൊടുത്താലും തെറ്റില്ല, β3 log x3i പ്ലസ് ui. അപ്പോൾ ദിസ് ഈസ് ഇക്വേഷൻ 2. ഓക്കെ, ഇനി നൗ ഇഫ് ദർ ആർ കോൺസ്റ്റൻറ്റ് റിട്ടേൺ ടു സ്കെയിൽ, നമുക്കറിയാം കോൺസ്റ്റൻറ്റ് റിട്ടേൺ സ്കെയിലിന് അല്ലേ കോയിഫിഷ്യൻസ് പ്ലസ് ചെയ്യുന്നാൽ നമുക്ക് ഈക്വൽ 1 കിട്ടും. അത് നമുക്ക് ഓൾറെഡി അറിയാം. കോബ്ഡോഗ്ലാസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ കോൺസ്റ്റൻറ്റ് റിട്ടേൺ സ്കെയിൽ ഫോളോ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നൗ there are constant return to scale and equal proportionate change in output for an equal proportion change in inputs. അതാണ് കോൺസ്റ്റന്റ് റിട്ടേൺ ടു സ്കെയിൽ അല്ലേ. ഒരേ പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ ലേബറും ക്യാപിറ്റലും ഇൻക്രീസ് ചെയ്താൽ അതേ രൂപത്തിൽ ഔട്ട്പുട്ടിലും അതേ പ്രൊപ്പോർഷനേറ്റ് ഇൻക്രീസ് വരും. അതാണ് കോൺസ്റ്റന്റ് പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് അല്ലേ. അപ്പോൾ അത് നമുക്ക് പിന്നെ ഇലാസ്റ്റിസിറ്റി അതിൻ്റെ വാല്യൂ β2 + β3. ഓക്കെ, β2 + β3 = 1 ആണ്. അതാണ് കോൺസ്റ്റന്റ് റിട്ടേൺ ടു സ്കെയിൽ. നിങ്ങൾക്കറിയാം അല്ലേ, കോബ്ഡോഗ്ലാസ് പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ കോൺസ്റ്റന്റ് റിട്ടേൺ ടു സ്കെയിൽ എന്ന് പറയുന്നത്
beta 2 plus beta 3 is equal to 1 ആണ്. That is I have given in equation 3. അത് കൊടുത്തു. ഓക്കെ, which is an example of linear equality. ഇതാണ് ലീനിയർ ഇക്വാലിറ്റിക്ക് എക്സാമ്പിൾ. ഓക്കെ, രണ്ട് കോഎഫിഷ്യൻസും സം ചെയ്താൽ 1 കിട്ടും. ഓക്കെ, ഇക്വാലിറ്റി അതായത് കോർഡിനേറ്റ്സ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ തിയറി റെസ്ട്രിക്റ്റ് ചെയ്യുന്നതാണത്. ഓക്കെ, അപ്പോൾ ഈ ദിസ് ഈസ് ദ ലീനിയർ ഈക്വാലിറ്റി റെസ്ട്രിക്ഷൻ എന്ന് പറയും. ദിസ് ഈസ് ലീനിയർ ഈക്വാലിറ്റി റെസ്ട്രിക്ഷൻ. ഓക്കെ, അപ്പോൾ ഇനി ഹൗ ക്യാൻ വി ഫൈൻഡ് ഓർ വാലിഡേറ്റ് ഇഫ് ദർ ആർ കോൺസ്റ്റന്റ് റിട്ടേൺ ടു. ഇനി നമുക്ക് ഇങ്ങനെ ഒരു ലീനിയർ ഈക്വാലിറ്റി റെസ്ട്രിക്ഷൻ ഉണ്ടായാൽ നമുക്ക് എങ്ങനെ വാലിഡേറ്റ് ചെയ്യാം, ഇതെങ്ങനെ വാലിഡേറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇനി സംസാരിക്കുന്നത്. അപ്പോൾ ദർ ആർ ടു അപ്രോച്ച്. അങ്ങനെ വാലിഡേറ്റ് ചെയ്യാം. അവിടെ ദർ ആർ ടു അപ്രോച്ച്. ഫസ്റ്റ് ദ ടി ടെസ്റ്റ് അപ്രോച്ച്, സെക്കൻഡ് ദ എഫ് ടെസ്റ്റ് അപ്രോച്ച്. ഓക്കെ, അണ്ടർ ദ ടി ടെസ്റ്റ് അപ്രോച്ചിൽ നമുക്ക് എന്താണ്, എസ്റ്റിമേറ്റ് ദ റിഗ്രഷൻ കോഎഫിഷ്യൻ വിത്തൗട്ട് ടേക്കിംഗ് ദിസ് അക്കൗണ്ട് ദ റെസ്ട്രിക്ഷൻ. അപ്പോൾ ഈ റെസ്ട്രിക്ഷൻ എടുക്കാണ്ട് നമ്മൾ എന്ത് ചെയ്യാം, ബീറ്റ 1 പ്ലസ് ബീറ്റ 2 ഈസ് ഈക്വൽ ടു 1 എന്നുള്ള റെസ്ട്രിക്ഷൻ ഉണ്ടല്ലോ, അത് ആ റെസ്ട്രിക്ഷൻ കൗണ്ട് ചെയ്യാണ്ട് എസ്റ്റിമേറ്റ് റിഗ്രഷൻ കോഎഫിഷ്യൻറ്റ് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യാം. അതാണ് ഫസ്റ്റ്. ഓക്കെ, ഈ ടി ടെസ്റ്റ് അപ്രോച്ചിൽ പറയുന്നത് എസ്റ്റിമേറ്റ് റിഗ്രഷൻ വിത്തൗട്ട് ടേക്കൻ ടു അക്കൗണ്ട് ദ റെസ്ട്രിക്ഷൻ ദാറ്റ് ഈസ് ബീറ്റ 1 പ്ലസ് ബീറ്റ 2 ഇസ് ഈക്വൽ ടു 1 എന്നുള്ള റെസ്ട്രിക്ഷൻ ഒഴിവാക്കുക. ഓക്കെ, വിത്തൗട്ട് ടേക്കിൻ ഇറ്റ് അക്കൗണ്ട്. ഒരു സെക്കൻഡ് കുട്ടികളെ. അപ്പോൾ വിത്തൗട്ട് ടേക്കിൻ ഇൻ ടു അക്കൗണ്ട് ദ റെസ്ട്രിക്ഷൻ ബീറ്റ 1 ആൻഡ് ബീറ്റ 2 ഇസ് ഈക്വൽ ടു 1 എന്നുള്ള റെസ്ട്രിക്ഷൻ അക്കൗണ്ടിൽ എടുക്കാണ്ട് നമ്മൾ എന്ത് ചെയ്യുക, റിഗ്രഷൻ എസ്റ്റിമേറ്റ് ചെയ്യുക. ഓക്കെ, ദിസ് ഈസ് കാൾഡ് അൺറെസ്ട്രിക്റ്റഡ് റിഗ്രഷൻ. ഇതിനെ പറയുന്ന പേരാണ് അൺറെസ്ട്രിക്റ്റഡ് റിഗ്രഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ഹാവിങ് എസ്റ്റിമേറ്റഡ് ബീറ്റ 2 ബീറ്റ 3 കിട്ടും. ഓക്കെ, എ ടെസ്റ്റ് ഓഫ് ഇവിടെ കുട്ടികളെ അവിടെ ബീറ്റ 1 പ്ലസ് ബീറ്റ 2 is equal to 1 ഉണ്ടല്ലോ, അത് ക്ലിയർലി is equal to 1. ഓക്കെ, അപ്പോൾ ദിസ് ഈസ് കാൾഡ് അൺറെസ്ട്രിക്റ്റഡ് റിഗ്രഷൻ. ഹാവിങ് എസ്റ്റിമേറ്റഡ് ബീറ്റ 2 ആൻഡ് ബീറ്റ 3 എ ടെസ്റ്റ് ഓഫ് റെസ്ട്രിക്ഷൻ ഒരു ഹൈപ്പോത്തിസിസ്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക അറിയാം, ബീറ്റ 2 പ്ലസ് ബീറ്റ 3 ക്യാൻ ബി ടെസ്റ്റഡ്. ബീറ്റ 2 and beta 3. A test of restriction hypothesis beta 2 plus beta 3 is equal to 1 can be conducted by T test. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതിൽ ടി ടെസ്റ്റ് അപ്രോച്ചിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിന് ടെസ്റ്റ് ഓഫ് ഈക്വാലിറ്റി ഒരു ടി ടെസ്റ്റ് ഒരു ഫോർമുല ഉപയോഗിച്ചിട്ട് നമ്മൾ കണ്ടത്. ഈ ഫോർമുല മാത്രമാണ് നിങ്ങളിത് ശ്രദ്ധിക്കേണ്ടത്. അൺറെസ്ട്രിക്റ്റഡ് റിഗ്രഷനിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നമ്മൾ ആ റെസ്ട്രിക്ഷൻ കൗണ്ട് ചെയ്യാണ്ട് നമ്മൾ റിഗ്രഷൻ എസ്റ്റിമേറ്റ് ചെയ്യുക, എന്നിട്ട് ഈ ടി ടെസ്റ്റ് ഉപയോഗിക്കുക. ടി ടെസ്റ്റ് ഏതാണ്, ടി ഈസ് ഈക്വൽ ടു ബീറ്റ ക്യാപ്പ് 1. ഈ ക്യാപ്പ് ഇട്ടാൽ നമുക്ക് അതിൻ്റെ സാമ്പിൾ എസ്റ്റിമേറ്റർ ആണ് പോപ്പുലേഷൻ്റെ. ഓക്കെ, അപ്പോൾ ടി ഈസ് ഈക്വൽ ടു ബീറ്റ ക്യാപ്പ് 1 പ്ലസ് ബീറ്റ ക്യാപ്പ് 3 മൈനസ് ബീറ്റ 2. ഓക്കെ, ബീറ്റ 2 പ്ലസ് ബീറ്റ 3. ഇവിടെ ക്യാപ്പ് ഉണ്ട് കേട്ടോ കുട്ടികളെ, ഞാൻ അതാണ് ഇങ്ങനെ കുറച്ചിങ്ങനെ നിന്നത്. ഇവിടെ ക്യാപ്പ് ഇടാൻ വിട്ടുപോയതാണ്, എൻ്റെ നോട്ടിൽ ക്യാപ്പില്ല. ബീറ്റ ക്യാപ്പ് 1 പ്ലസ് ബീറ്റ ക്യാപ്പ് 3 മൈനസ് ബീറ്റ ക്യാപ്പ് 2 പ്ലസ് ബീറ്റ ക്യാപ്പ് 3 ക്യാപ്പ് ഉണ്ട് ഡിവൈഡ് ബൈ സ്റ്റാൻഡേർഡ് എറർ ഓഫ് ബീറ്റ ക്യാപ്പ് 2 പ്ലസ് ബീറ്റ ക്യാപ്പ് 3. മനസ്സിലാവുന്നുണ്ടോ? ടി ഈസ് ഈക്വൽ ടു ബീറ്റ ക്യാപ്പ് 1 പ്ലസ് ബീറ്റ ക്യാപ്പ് 3 മൈനസ് ബീറ്റ ക്യാപ്പ് 2 പ്ലസ് ബീറ്റ ക്യാപ്പ് 3. ക്യാപ്പ് ഉണ്ട്, ഞാൻ നോട്ടിൽ ക്യാപ്പ് ഇട്ടിട്ടില്ല, അപ്പോൾ ശ്രദ്ധിക്കാം. അപ്പോൾ വേർ ബീറ്റ ക്യാപ്പ് 2 ആൻഡ് ബീറ്റ ക്യാപ്പ് 3 ഇതിലൊക്കെ ക്യാപ്പ് ഉണ്ട്, വിച്ച് ഈസ് ഈക്വൽ ടു 1 അണ്ടർ നൾ ഹൈപ്പോത്തിസിസ് വേർ ഡിനോമിനേറ്റർ ഈസ് ദ സ്റ്റാൻഡേർഡ് എറർ. അപ്പോൾ സ്റ്റാൻഡേർഡ് എറർ ഓഫ് ബീറ്റ ക്യാപ്പ് 2 പ്ലസ് ബീറ്റ ക്യാപ്പ്, അതാണ് താഴെ ഡിനോമിനേറ്ററിൽ. ഓക്കെ, അപ്പോൾ ഇവിടെയൊക്കെ ക്യാപ്പ് ഉണ്ട് കേട്ടോ കുട്ടികളെ, മറക്കരുത്, ക്യാപ്പ് ഇടാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ ദിസ് ഈസ് എ ടി ടെസ്റ്റ് അപ്രോച്ച്. ഇതിലൊന്നും നിങ്ങൾ പഠിക്കണ്ട. ടി ടെസ്റ്റ് അപ്രോച്ചിൽ നമ്മളെന്താണ്, ഈ റെസ്ട്രിക്ഷൻ ഇല്ലാണ്ട് നമ്മൾ റിഗ്രഷൻ എസ്റ്റിമേറ്റ് ചെയ്യുന്നു. എന്നിട്ട് ടി ടെസ്റ്റ് ഈ ടി ടെസ്റ്റിൻ്റെ ഫോളോയിങ് ഫോർമുല ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, എസ്റ്റിമേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇനി
ഒരു സെക്കൻഡ് കുട്ടികളെ. ഇനി എഫ് ടെസ്റ്റ് അപ്രോച്ച്. അനദർ അപ്രോച്ച് വുഡ് ബി ടു ഇൻകോർപ്പറേറ്റ് റെസ്ട്രിക്ഷൻ. അപ്പോൾ അടുത്ത നമ്മൾ എന്ത് ചെയ്യാണ്? റെസ്ട്രിക്റ്റഡ് അപ്രോച്ചാണ്, അല്ലെങ്കിൽ എഫ് ടെസ്റ്റ് അപ്രോച്ച്. നമ്മൾ എന്ത് ചെയ്യാണ്? ഇൻകോർപ്പറേറ്റ് റെസ്ട്രിക്ഷൻ β2 + β3 = 1 എന്നുള്ള റെസ്ട്രിക്ഷൻ ഉണ്ടല്ലോ, അത് എസ്റ്റിമേഷൻ പ്രൊസീജിയറിൽ നമ്മൾ ഇൻകോർപ്പറേറ്റ് ചെയ്യുക. അപ്പോൾ അവിടെ ആദ്യം പറഞ്ഞ ടി ടെസ്റ്റ് അപ്രോച്ചിൽ ഈ റെസ്ട്രിക്ഷൻ കൗണ്ട് ചെയ്യാണ്ട് എസ്റ്റിമേറ്റ് ചെയ്യുക. ഇവിടെ റെസ്ട്രിക്ഷൻ കൗണ്ട് ചെയ്തിട്ട് എസ്റ്റിമേറ്റ് ചെയ്യും. ഓക്കെ. പിന്നെ ദിസ് ക്യാൻ ബി ഡൺ ഈസിലി. എങ്ങനെയാണ് അത് നമുക്ക് എങ്ങനെ ചെയ്യാം? ഫസ്റ്റ് β2 + β3 = 1. ഓക്കെ. അതുപോലെ β2 = 1 - β3, β3 = 1 - β2. ഇതാണ്, ഇങ്ങനെയാണ് അത് ചെയ്യേണ്ടത്. ഈ രൂപത്തിൽ നമ്മൾ റെസ്ട്രിക്ഷനെ മാറ്റണം. ഓക്കെ. ഇവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്. പ്രശ്നം എന്താ വെച്ചാൽ എൻ്റെ അടുത്ത് സംഭവിച്ചൊരു മിസ്റ്റേക്കാണ്. ഇവിടെ β2 = β3 = 1 ആണ്. അതേപോലെ തന്നെ ഇവിടെയും β3 + ഇതാ ഇവിടെ കണ്ടോ, β3 β1 അല്ല, β2 + β3 = 1 ആണ്. അതാണ് എഴുതേണ്ടത്. ചെറിയൊരു മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ട് നോട്ടിൽ കേട്ടോ, അതൊന്ന് ക്ലിയർ ചെയ്യാം. പിന്നെ ബാക്കിയൊക്കെ ഓക്കെയാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഇങ്ങനെ ഈ റെസ്ട്രിക്ഷനെ നമുക്കറിയാം β2 + β3 = 1 ആണ്. അതിൽ β2 കാണുക, പിന്നെ β3 കാണുക. ദർഫോർ അപ്പോൾ ഇതിൽ കുറച്ച് റെസ്ട്രിക്ഷൻസിന് നമ്മൾ റീഅറേഞ്ച് ചെയ്യും. ദർഫോർ യൂസിങ് ഐദർ ഓഫ് ദീസ് ഈക്വാലിറ്റി. അപ്പോൾ ഈക്വാലിറ്റീസിനെ വ്യത്യസ്ത വേർഷനിലോട്ട് നമ്മൾ എഴുതിയത് വളരെ സിമ്പിളാണ്. അത് ഒരു ഈക്വൽ β2 + β3 = 1 തന്നാൽ β2 കാണാം, β3 കാണാം, നിങ്ങൾക്കറിയാം. അപ്പോൾ യൂസിങ് ഐദർ ഓഫ് ദോസ് ഈക്വാലിറ്റീസ് we can eliminate one of the beta coefficient in the equation 2. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഏതെങ്കിലും ഇക്വേഷൻ 1, 2 ഉണ്ടല്ലോ, ഈ ഇക്വേഷൻ 2-ൽ ഏതെങ്കിലും ഒരു കോഎഫിഷ്യൻറ്റ് നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ഏതെങ്കിലും ഒരു ബീറ്റ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ഹൗ? അതാണ്. ഇനി അതാണ് നമ്മൾ അത് ഇക്വേഷൻ 2 ഞാൻ കാണിക്കുന്നില്ല. അതിലെ ഏതെങ്കിലും ഒരു ബീറ്റ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. വി ക്യാൻ റൈറ്റ്. അപ്പോൾ ഇനി നമുക്ക് കോപ്പ് ഡഗ്ലാസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എങ്ങനെ നമുക്ക് എഴുതാം? ഇനി ഓക്കെ, log yi = β0 പ്ലസ്, അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു ഇതെടുത്തു, ഏത് ഈക്വാലിറ്റി എടുക്കുക ചെയ്തു, 1 - β3 log x2i പ്ലസ് β3 log x3i പ്ലസ് ui. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു β0 പ്ലസ് log x2i പ്ലസ് β3 into log x3i minus log x2i plus ui. Okay, which can be write as, we can also rewrite the above equation. Same sadhanam, log yi minus log x2i, which is equal to β0 plus β2 into log x3i minus log x2i plus ui. Okay, this also you can write log yi given x2i. This also you can write log yi given x2i is equal to β0 plus β3 log x3i given x2i. Okay, x2i plus ui. Okay, അപ്പോൾ equation 7, either you can use equation 7 or equation 8. Okay, if you are writing in your notebook and you can easily identify and clarify it. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ച് ഇതാവണ്ട. ഓക്കെ, എനിക്കിപ്പോൾ അത് ബോർഡില്ലാത്തത് കൊണ്ട് ഞാൻ ഉപയോഗിക്കാത്തതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇറ്റ് ഈസ് വെരി സിമ്പിൾ ഇക്വേഷൻ. ഓക്കെ, വേർ yi given x2i is output labor ratio. Okay, y given x2i is output labor ratio, and x3i given x2i is capital labor ratio. Okay, once we estimate β3 from equation 7 or 8, either you can use a 7 or 8. Okay,
once we after estimation of 7 or 8, beta 2 can be easily estimated from restriction, in relation beta 2 is equal to 1 minus beta 3. Okay, അത് ചെയ്യാൻ പറ്റും. ഇനി അപ്പോൾ this procedure will generate that the sum of estimated coefficients of the two inputs will be equal. Okay, അപ്പോൾ ഇതെന്ത് ജനറേറ്റ് ചെയ്യും? This will generate that sum of estimated coefficient of the two input will be equal. ആ എസ്റ്റിമേറ്റ് കോഎഫിഷ്യൻസിൻ്റെ രണ്ട് ഇൻപുട്സ് എന്താണ് ഈക്വൽ ടു 1 ആക്കി മാറ്റും എന്നാണ് പറയുന്നത്. ഓക്കെ, ദാറ്റ് വിൽ ജനറേറ്റ്. അപ്പോൾ ഇനി ദിസ് പ്രൊസീജിയർ ഓഫ് ഔട്ട്ലൈൻഡ് ഇക്വേഷൻ 7 ഉണ്ടല്ലോ, ഇതാണ് നമ്മുടെ ഈ നിങ്ങൾക്ക് എഴുതേണ്ട പ്രധാനപ്പെട്ട ഇക്വേഷൻ 7 and 8 ആണ്. ആൻഡ് this equation 7 and 8 is called as restricted least square, RLS. Okay, first we have discussed the unrestricted least square. Here it is restricted least squares. Okay, the restriction can be validated by applying the F test. Before we have discussed T test approach. Here F test approach can be used. About the restriction can be validated by applying the F test. How can you write F test? F is equal to RSS R, residual sum of squares. That means residual sum of square minus RSS with respect to restricted least squares minus RSS with respect to UR. That means unrestricted least square divided by M. M here is number of restriction. Okay, divided by RSS, residual sum of squares. Okay, with respect to UR, unrestricted least squares. Okay, divided by n minus k. This is F test. Okay, ഇനി ഇതിൻ്റെ അനദർ വേർഷൻ എന്ന് പറയുന്നത് റെസിഡ്യൂവൽ സം ഓഫ് സ്ക്വയർസ് എന്ന് പറയുന്നത് സിഗ്മ യു ക്യാപ് ആർ റെസ്ട്രിക്ഷൻ, സിഗ്മ യു ക്യാപ് സ്ക്വയർ വിത്ത് റെസ്പെക്ട് ടു ആർ മൈനസ് സിഗ്മ യു ക്യാപ് യു ആർ സ്ക്വയർ. ഓക്കെ, യു ക്യാപ് സ്ക്വയർ വിത്ത് റെസ്പെക്ട് ടു യു ആർ ഡിവൈഡ് ബൈ എം. എം ഇയർ എന്താണ് നമ്പർ ഓഫ് റെസ്ട്രിക്ഷൻ ഡിവൈഡ് ബൈ സിഗ്മ യു ക്യാപ് സ്ക്വയർ with respect to UR divided by n minus k. N is number of observation, k is the number of parameter. Here UR and R stand for unrestricted and restricted estimates. Okay, but this is about the so far discussion is about the restricted least square or testing linear equality restriction. Okay dears, thank you.